മേജർ രവി, ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ശ്രീനഗറിൽ ക്രിസ്ക്രോസ് സഞ്ചരിക്കുകയാണ്. അതിർത്തി ഗ്രാമങ്ങളിൽ മാധ്യമങ്ങൾക്ക് എത്താൻ കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. ഈ പറയുന്ന ബാരാമുള്ളയിലും മുറിയിലും ഒക്കെ ഞങ്ങൾ പോകുന്നുണ്ട്. അതിർത്തി ഗ്രാമങ്ങളിലെ മനുഷ്യരോട് സംസാരിക്കുന്നുണ്ട്. പൂർണ്ണാർത്ഥത്തിൽ തുറന്നു പറയാൻ കഴിയാത്ത മീഡിയ അഡ്വൈസർ കൊണ്ടും അല്ലാതെയും തുറന്നു പറയാൻ കഴിയാത്ത കുറേയധികം കാര്യങ്ങൾ കാണുന്നും കേൾക്കുന്നുമുണ്ട്. ശ്രീ മേജർ രവി, ഇവിടെ ശ്രീനഗറിൽ നിൽക്കുമ്പോൾ, പഹൽഗാമിൽ നിൽക്കുമ്പോൾ ആസന്നമായ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഫീല് നമുക്ക് മാത്രമല്ല ഇവിടെയുള്ള മനുഷ്യരുടെ ഉള്ളിലെല്ലാം ഉണ്ട്. ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു, അതേതളവിൽ അതേത് എക്സ്റ്റന്റിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് ഇപ്പോൾ വിലയിരുത്താറായോ ശ്രീ മേജർ രവി? ഏകദേശം. കാരണം ഇവരെപ്പോലുള്ള ഇപ്പം ആഷിം നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഫോർ യു ഇറ്റ് വിൽ ബി ന്യൂ. കാരണം അവർ ഇതുപോലുള്ള പല സന്ദർഭങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു അവസ്ഥ അവരിതുവരെ നേരിടേണ്ടി വന്നില്ല. ഈവൻ കാർഗിൽ യുദ്ധത്തിൽ പോലും അവർക്കറിയാമായിരുന്നു ഈ ഏരിയയിൽ അത്രയധികം ഇമ്പാക്റ്റ് വരില്ല എന്നുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നത്, എനിക്കവിടെ ലോക്കലായിട്ടുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഒരു ഫാമിലി എന്നെ വിളിച്ചിട്ട്, ഒരു പെൺകുട്ടി അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഞാൻ ചോദിച്ചു നീ ഇപ്പോൾ എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? ഞങ്ങൾ ജമ്മുവിലേക്ക് ഷിഫ്റ്റ് ചെയ്തു സാർ. അവരിയ്ക്കുന്നത് ഗുൽമർഗ് സൈഡിലാണ്, അവിടുത്തെ ഒരു വില്ലേജിലാണ്. ആ വില്ലേജിൽ നിന്ന് അവർ ഷിഫ്റ്റ് ചെയ്തിട്ട് വന്നിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് അർത്ഥം ഗുൽമർഗിൻ്റെ ഏരിയ LOCക്ക് അടുത്താണ്. അപ്പം ആ സൈഡിൽ അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, ഓക്കെ ഇവിടുന്ന് വിട്ടേക്ക് എന്തെങ്കിലും സംഭവിക്കാമെന്നുള്ളത്. അപ്പോൾ ഇതുപോലുള്ളൊരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട്. അത് അവിടുത്തെ ലോക്കൽസിന് പെട്ടെന്ന് സ്മെല്ല് ചെയ്യാനും സാധിക്കും. നമുക്കൊക്കെ ഫീൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വേഗതയോടുകൂടി അവർക്ക് മനസ്സിലാക്കാം ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ്, ഇവിടെ റെഗുലർ ആയിട്ടുള്ള സംഭവം അല്ല നടക്കുന്നത് എന്ന് കാണുന്ന സമയത്ത്. ഇന്നലത്തെ ന്യൂസും കൂടി ആയപ്പം ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് കൺഫേം ദാറ്റ് യു ഗോട്ട് ടു ബി വെരി കെയർഫുൾ എന്നുള്ളതിൻ്റെ പേരിൽ ലോക്കൽസ് എല്ലാം, LOCയോട് ചേർന്ന് നിൽക്കുന്ന ലോക്കൽസ് എല്ലാം, ഒന്ന് പൂഞ്ച് രജോറി സെക്ടറിൽ, ആഷിമൊന്നും അങ്ങോട്ട് പോയി കാണില്ലായിരിക്കും, ആ പൂഞ്ച് രജോറി സെക്ടറിൽ നിന്ന് വളരെയധികം ആളുകൾ വില്ലേജുകളെല്ലാം എംപ്റ്റി ചെയ്തുകൊണ്ട് ബങ്കറുകൾ ഉള്ളിടത്തും, അതുപോലെ തന്നെ അവർക്ക് റിലേറ്റീവ്സ് താഴത്തുണ്ടെങ്കിൽ അവരുടെ എല്ലാം വീട്ടിലോട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരുവിധമെല്ലാം. അപ്പം ഇത് ഏകദേശം ഒരു പ്രിപ്പറേഷൻ, ഇഫ് ഇറ്റ് കംസ്. ഇതാണ് രാജ്യത്തിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള നിപ്പെന്ന് പറയുന്നത്. നമ്മളിവിടെ പറയുമല്ലോ നമ്മൾ ഒരുമിച്ച് നിൽക്കണം രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം. ഇത് ആക്ച്വലി കാണുന്നത് അവിടെയാണ്, ബോർഡർ ഏരിയാസിൽ. അവരെല്ലാം യാതൊരു വിധത്തിലുള്ള കംപ്ലയിൻസും ഇല്ലാതെ അവരുടെ വീടുകളും അവരുടെ സ്വത്തും സമ്പാദ്യങ്ങളും എല്ലാം അവിടെ വിട്ടുകൊണ്ട്, ഒരു പക്ഷേ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ ഇതൊന്നും കാണില്ലായിരിക്കും എന്നുള്ള നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് അവരവിടുന്ന് വിട്ടിട്ട് പോരുകയാണ്. അതാണ് രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുന്നതെന്ന്. നമ്മുടെ രാജ്യത്തിൻ്റെ നിസ്സഹായരായ ആളുകളെ ഇവിടെ വന്ന് നിങ്ങൾ കൊല്ലുമെങ്കിൽ ഞങ്ങളതിൻ്റെ പ്രതികാരമെടുക്കും, അതിന് രാജ്യം ഒറ്റക്കെട്ടാണെന്നുള്ള മെസ്സേജാണ് ആഷ്മിക്കടക്കം അവിടെ ഫീൽ ചെയ്യുന്നത്. ആഷ്മി ഇപ്പം നേരത്തെ പറഞ്ഞപ്പോൾ എനിക്ക് യെസ് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇവിടുത്തെ ജനങ്ങൾക്ക് ആ ഫീലിംഗ് വന്നിരിക്കുന്നു. അവിടെ പോലും വേണമെങ്കിൽ ഇന്നിപ്പോൾ ആഷ്മി അവിടെ ഉണ്ട്, ഞാൻ അവിടുത്തെ ഒരു ലോക്കലായിട്ട് ഞാനത് ഏർപ്പാട് ചെയ്തു തരാം, യു ജസ്റ്റ് ബി വിത്ത് ഹിം ബിക്കോസ് ഹി വാസ് ഇൻ ദ ആർമി. അപ്പോൾ അവനറിയാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഡെഫിനറ്റായിട്ടും ദേ ക്യാൻ സ്മെൽ ഇറ്റ്. രണ്ടാമത്, ഇന്നലെ പ്രധാനമന്ത്രി ഓൾറെഡി കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ആർമിക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതെപ്പോഴാണ് വരുന്നത്? ഇനി എടുക്കുന്ന തീരുമാനങ്ങൾ മുഴുവൻ ആർമിയാണെന്ന് പറയുന്ന സമയത്ത് ഏറ്റവും അധികം ഈ സിവിലിയൻസുമായിട്ട് ലിങ്ക് ഉള്ളത് ഈ ആർമിക്കാർക്കാണ്, LOCയിലും കാശ്മീർ വാലിയിലും എല്ലായിടത്തും. കാരണം ഈ ആർമിക്കാരാണ് ഏത് സമയത്തും ഇവരുടെ ട്രീറ്റ്മെൻറ്റിനും അതുപോലെ തന്നെ ഇവരുടെ റേഷൻസും ഫ്യൂവല്, മണ്ണെണ്ണ, പെട്രോൾ ഇതെല്ലാം നമ്മൾ സദ്ഭാവനയിൽ കൂടെ കൊടുത്തുകൊണ്ടിരുന്ന് ഈ കാശ്മീരീസിനെ മുഴുവൻ നമ്മൾ കൂടെ കൊണ്ടു നടക്കുന്ന ആർമിക്കാരാണ്. അപ്പോൾ അവർക്കറിയാം എന്താണ് ഇനി ചെയ്യേണ്ടതെന്നുള്ളത്. ആ ചെയ്യേണ്ടത് കൊണ്ടാണ് പ്രധാനമന്ത്രി നിങ്ങളുടെ സമയത്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള അധികാരങ്ങളും തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആർമി വിൽ ടേക്ക് ടൈം. കാരണം ഈ 2-3 ഇത്രയും റെസ്പോൺസിബിലിറ്റി തലയിൽ വരുന്ന സമയത്ത് എത്രത്തോളം മിനിമം ഡാമേജ് വരുത്താൻ സാധിക്കും നമ്മുടെ രാജ്യത്തോട്, അതിനെല്ലാം സൂക്ഷ്മതയോടുകൂടി നോക്കിക്കൊണ്ടായിരിക്കും ഇനി ആർമി എടുക്കുന്ന ഓരോ മൂവ്മെൻറ്റ്സും. നിങ്ങളെപ്പോലുള്ളവർക്ക് അവിടെ പ്രൊട്ടക്ഷൻ തരുന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ പ്രൊട്ടക്ഷനിൽ പോലും ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ സർട്ടൺ ഏരിയാസിൽ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തേ പറ്റൂ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത്. അല്ലെങ്കിൽ കാർഗിൽ വാറിൽ നമ്മൾ കണ്ടതാണ്, ഒരു ജേർണലിസ്റ്റാണ് ഒരു GPS കൊണ്ടുപോയിട്ട് 4 പട്ടാളക്കാരുടെ ജീവൻ പോയത്. അപ്പോൾ അതുപോലെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും നമ്മൾ ആരും കാണിക്കരുത്. നിങ്ങളെപ്പോലുള്ള ഓരോരുത്തർക്കും ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ അത് ഗവൺമെന്റ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ചെയ്യാൻ പാടില്ല സാർ. നമ്മളൊരു ഇവിടുന്ന് 40 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് പോയി ശ്രീ മേജർ രവി, അവിടെ നടക്കുന്നത് ഒരു സെർച്ച് ഓപ്പറേഷൻ നടക്കുന്ന സ്ഥലമാണ്. അപ്പൊ അത് എന്ത് സെർച്ച് ഓപ്പറേഷൻ ആണെന്ന് പോലും ഞാൻ പറയില്ല. എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ക്യാമറ എടുക്കരുതെന്ന് പറഞ്ഞാൽ ക്യാമറ എടുക്കില്ല.
ഈ ഭാഗത്ത് മാത്രമേ പോകാൻ പറ്റുമെന്നല്ല, ആ ഭാഗത്ത് മാത്രമേ പോവുള്ളൂ. പക്ഷെ അതേസമയം നമ്മളോട് പറയുന്നുണ്ട് ഇത് സെർച്ച് ഓപ്പറേഷനാണ് നടക്കുന്നത്, അത് ഇന്ന സ്ഥലത്ത് ഇന്ന ആൾക്കാരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ധാരണ എന്ന കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ക്യാമറ എടുക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ രാജ്യത്തിനൊപ്പമാണ്. നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കം ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾക്ക് വിഘാതമാകും കൂടാ, അത് ബോധ്യമുണ്ട് സർ. പക്ഷേ മാഷ്മി ഇപ്പം നിങ്ങളവിടെ ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നു, ഇപ്പം നിങ്ങൾക്ക് അവിടെയുള്ള ആനന്ദനാഗ്, ഇപ്പം അവിടുന്ന് കണക്റ്റഡ് ആയിട്ടുള്ള മൗണ്ടൻസും കാടുകളും എല്ലാം ഉള്ള സ്ഥലങ്ങളാണ് ആനന്ദനാഗ്, കോക്കർനാഗ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം. ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ആളുകൾ ഇപ്പം അവർ ബാരക്കുകളിലോ അല്ലെങ്കിൽ ടെന്റുകളിലോ എല്ലാം ഇവരെല്ലാം കാട്ടിലാണ് 24 hours. കാരണം ഈ സെർച്ച് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഏത് വഴിയിലും ഇവന്മാർ അതിനകത്തുണ്ടെങ്കിൽ പോകാൻ പറ്റാതിരിക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ കോക്കർനാട്, ആനന്ദനാഗ് ആ സൈഡ് അടക്കം ബ്ലോക്ക് ചെയ്തിരിക്കുന്നു, അമർനാഥിലോട്ട് പോകുന്ന സൈഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. പക്ഷേ ഇവിടെ എല്ലാം ഞാൻ കാണുന്ന വേറൊരു സംഭവമുണ്ട്. ഇവന്മാർ സിവിൽ ഡ്രസ് ഇട്ടുകൊണ്ട് ഈ ഇതിനകത്ത് വന്ന് ഈ വെടിവെപ്പ് നടത്തിയിട്ട് അരമണിക്കൂർ കൊണ്ട് അവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നേയും ഇവർ സിവിൽ ഡ്രസ് ഇട്ടുകൊണ്ട് ഈ പെൽഗാമിൽ തന്നെ മാസങ്ങളോളം കിടന്നിട്ടുണ്ട്. അപ്പൊ അതിന് സപ്പോർട്ട് കൊടുത്തിട്ടുള്ള 2-3 അത് ലോക്കൽസ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോഴും ആ മിലിറ്റൻസി മൈൻഡിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 0.0001% ആളുകൾ ഇപ്പോഴും അവിടെ ഉണ്ട്. ഇവരാണ് ഏറ്റവും അധികം ഡേഞ്ചറസ് ആയിട്ടുള്ള. ഇതൊക്കെയാണ് നമ്മുടെ മിലിറ്ററിക്കാർ ഓരോരുത്തരും അല്ലെങ്കിൽ ഇന്റലിജൻസ് ഏജൻസികൾ ഈ പാർട്ടീസിനെയാണ് ഇനി ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ അവരെ എടുത്തിട്ട് ലോക്കപ്പിലിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്യണമെങ്കിൽ ഇറ്റ് ടേക്ക് സം ടൈം. ആ സമയത്തിന് നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ലോക്കൽസ് നിങ്ങൾക്ക് സപ്പോർട്ട് തരും. ബട്ട് അറ്റ് ദ സെയിം ടൈം there are lot of limitations to army and security forces to protect everybody because they got a lot of work. ഈ വർക്കിന്റെ സമയത്ത് ഇപ്പൊ പൂഞ്ച് ഒരു സെക്ടറിൽ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയെന്നാണ്, അവിടെ നിന്ന് എല്ലാവരെയും വെക്കേറ്റ് ചെയ്ത് ഇവരൊക്കെ ബങ്കറിൽ പോയി. ഈ ബങ്കറിൽ പോകാമെന്ന് നിങ്ങൾക്ക് പറയുമ്പോൾ വളരെ എളുപ്പമാണ്. ആഷ്മിയുടെ സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് പോയി നോക്കൂ. ഈ ബങ്കറിനകത്ത് ദിവസങ്ങളോളം താമസിക്കാനുള്ള റേഷൻ അവിടെ കളക്ട് ചെയ്യണം, വെള്ളം കളക്ട് ചെയ്യണം, ഡീസൽ കളക്ട് ചെയ്യണം, പെട്രോൾ, മണ്ണെണ്ണ, ഇതെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഈ ബങ്കറിനകത്ത് നമ്മൾ ആൾക്കാരെ മാറ്റുന്നത്. അല്ല നിങ്ങളവിടെ ബാങ്കറിൽ പോയി താമസിച്ചോ. കാരണം ഈ യുദ്ധം ഒന്ന് വരികയാണെങ്കിൽ എത്ര ദിവസം ഇത് നീണ്ടു നിൽക്കും എന്നുള്ള ആർക്കും അറിയില്ല. അപ്പൊ അതിന് മിനിമം ഒരു 15 days പ്രിപ്പറേഷനെങ്കിലും കൊടുത്താലാണ് റിപ്ലനിഷ്മെന്റ് പിന്നീട് നമുക്ക് കൊണ്ടുകൊടുക്കാൻ പറ്റും. ഇതിന്റെയൊക്കെ പ്രിപ്പറേഷനാണ് ഇപ്പോൾ ആർമി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും പിന്നീട് ഒരു ഗോ എന്നുള്ളത് വരുന്നത്. ആ ഗോ വരുന്നത് ഏത് അറ്റം വരെ. ഇപ്പൊ ഇന്ന് അവിടെ നമുക്കൊരു ത്രെട്ട് തന്നിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഓൾറെഡി വി ഹാവ് പ്ലേസ് ദ ഗൺസ് നെക്സ്റ്റ് ടു ഇസ്ലാമാബാദ് ആൻഡ് നെക്സ്റ്റ് ടു LOC ആൻഡ് ബോർഡേഴ്സ് ആൻഡ് വി വിൽ ബി ഫയറിംഗ് ദ ഫസ്റ്റ് ഗൺ ഷോട്ട് ടു അമൃത്സർ ഗോൾഡൻ ടെമ്പിൾ. ഇതിന്റെ അർത്ഥം എന്താണ്? എവിടെയും ഇവന്മാർ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമൃത്സർ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർദാർമാരുടെ അവരുടെ ഏറ്റവും വലിയ പരമോന്നതമായിട്ടുള്ള ഒരു ആരാധനാലയമാണ് ഈ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ഗോൾഡൻ ടെമ്പിളിനെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സൈഡിൽ നിന്ന് അത് ഖാലിസ്ഥാൻ ഫോഴ്സ് ഓൾറെഡി നമുക്ക് ആന്റി ഇന്ത്യ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെ പോലും പ്രൊവോക്ക് ചെയ്തുകൊണ്ടുള്ള സംഭാഷണങ്ങളാണ് ഇവർ നടത്തുന്നത്. ഇവർ ചെയ്യുന്ന മുഴുവൻ ആഷ്മി ബിഹൈൻഡ് നേരെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ കഴിവില്ലാത്ത നട്ടലില്ലാത്ത ഒരു വർഗമാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇത്രയും കാലം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവരെന്താണ് ഈ ഗോൾഡൻ ടെമ്പിൾ നമ്മൾ തകർക്കും എന്ന് പറയുന്നത്? ഇവിടെ എല്ലാം ഇവർ കുത്തിക്കയറ്റുന്നുണ്ട് ഈ വർഗീയത. എങ്ങനെയെങ്കിലും നമ്മുടെ നാട് ഇനിയും ഇത് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ആ ജാതി ഈ ജാതി നിങ്ങളെ തല്ലി പിരിപ്പിക്കാൻ വേണ്ടി ഇതുപോലുള്ള ശക്തികൾ ഇപ്പൊ പുറത്തുനിന്നും തുടങ്ങിയിരിക്കുന്നത്. കാരണം അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ വിടുന്നത് ഇവിടെ ഇതാണ് ഏറ്റവും നല്ല വിത്ത്, ഇതങ്ങ് പാവിക്കഴിഞ്ഞാൽ തന്നെത്താൻ ഇവിടെ ഫയറാവും, നമുക്ക് ബോർഡറിൽ വലിയ ടെൻഷൻ വരില്ല എന്നുള്ളത്. അല്ലെങ്കിൽ എന്തിനാണ് ഈ അമൃത്സർ ടെമ്പിൾ ഗോൾഡൻ ടെമ്പിൾ തകർക്കും എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് കൊടുത്തിരിക്കുന്നത്? അതും കഴിഞ്ഞിട്ട് പിന്നീട് അപ്പുറത്ത് പോയിട്ട് UN പോയിട്ട് നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെ രക്ഷിക്കണം, ഇന്ത്യ അത് ആക്രമിക്കാൻ വരുന്നത്, ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ഉണ്ട്, 36 hours അവർ പ്രിപ്പറേഷൻ തുടങ്ങിയിരിക്കുന്നു, ദേ ആർ കമ്മിങ് ടു അറ്റാക്ക് അസ്. നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് ആലോചിക്കണം മനുഷ്യ, നിങ്ങൾ ഇവിടെ വന്നിട്ട് പാവപ്പെട്ടവരെ വന്ന് കൊല്ലുന്ന സമയത്ത് നിങ്ങളെ സ്പോൺസർ ചെയ്തിട്ട് അവിടുന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ അപ്പം ആലോചിക്കണം നിങ്ങൾ പോയിട്ട് ചൊറിയാൻ പോകുന്ന ആരെയാണെന്നുള്ളത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടാലിയേറ്റ് ചെയ്യുമെന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, നൗ ലോകരാഷ്ട്രങ്ങൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം, ചൈനയെ വാ, അല്ലെങ്കിൽ മറ്റവരെ വാ, മറിച്ചവരെ വാ എന്ന് പറഞ്ഞിട്ട് ടർക്കിയുടെ അടുത്ത് വിളിക്കുന്നു, മറ്റവരെ ആ ടൈം കഴിഞ്ഞിരിക്കുന്നു ആഷ്മി. ബിക്കോസ് ഇപ്പം ആഷ്മിക്ക് അവിടെ നിൽക്കുമ്പോൾ മനസ്സിലാവുമായിരിക്കും അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ലോക്കൽസ് നിങ്ങൾക്ക് സപ്പോർട്ട് വരുന്നത്. അവരടക്കം വേദനിച്ചിട്ടാണ് ഇരിക്കുന്നത്. അവരവിടെ ഒരു കല്ലേറ് അവിടെ ഒരു കല്ലേറോ ഹർത്താലോ ഒന്നും അവർ തന്നെത്താൻ അവർ പറയുന്നത് ഇത് രാജ്യത്തിനെതിരായ യുദ്ധമെന്ന് മാത്രമല്ല പറയുന്നത്, ജമ്മു കാശ്മീരിനെതിരായ യുദ്ധമെന്ന് മാത്രമല്ല പറയുന്നത്, ഇൻസാനിയത്തിനെതിരായ യുദ്ധമാണ്, മനുഷ്യത്വത്തിനെതിരായ യുദ്ധമെന്ന് പറയുന്നത്.